കാർത്തികയും രോഹിണിയും മഹീരവും അടങ്ങിയ ഇടവൻ രാശിക്കാർക്ക് ഇത് ഭാഗ്യത്തിൻ്റെ സമയമാണ്. ഇവരെ സംബന്ധിച്ച് ഇപ്പോൾ ശനി ജന്മരാശിയുടെ 11-ാം ഭാവത്തിൽ നിൽക്കുന്നു. അത് ധനലാഭമാണ് ഇവർക്ക്. വ്യാഴം ജന്മരാശിയുടെ 2-ാം ഭാവത്തിൽ നിൽക്കുന്നു. അതും നിങ്ങളെ സംബന്ധിച്ച് ധനലാഭമാണ്. ചൊവ്വ ജന്മരാശിയുടെ 6-ാം ഭാവത്തിലും സൂര്യൻ ജന്മരാശിയുടെ 5-ാം ഭാവത്തിലും ശുക്രൻ ജന്മരാശിയുടെ 4-ാം ഭാവത്തിലും ബുധൻ ജന്മരാശിയുടെ 5-ാം ഭാവത്തിലും ചന്ദ്രൻ ജന്മരാശിയുടെ 4-ാം ഭാവത്തിലും നിൽക്കുന്നത് സർവൈശ്വര്യം കൊണ്ടുതരും. ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറി കാർത്തികയ്ക്കും രോഹിണിക്കും മകീരത്തിനും രക്ഷപ്പെടാൻ സാധിക്കും. ഭാഗ്യാനുഭവങ്ങൾ ഒന്നിനുമേൽ ഒന്നായി ഇവർക്ക് വന്നു ചേരും. ജീവിതത്തിലെ എല്ലാ സങ്കടങ്ങളും ഇവർക്ക് മാറിക്കിട്ടും. ഇനി സമൃദ്ധിയാണ്, സന്തോഷമാണ്, എല്ലാ ആഗ്രഹങ്ങളും നിറവേറുന്ന സമയമാണ്. കാർത്തികയും രോഹിണിയും മകീരവും അടുത്തുള്ള അയ്യപ്പ ക്ഷേത്രത്തിലും അതുപോലെ തന്നെ ഗണപതി ക്ഷേത്രത്തിലും ദർശനം നടത്തുക. ഗണപതി ഭഗവാന് മോദക വഴിപാട് നടത്തുക. ഹനുമാൻ സ്വാമി ക്ഷേത്രത്തിൽ അവൽ നിവേദ്യം നടത്തുക. തീർച്ചയായും വരുന്ന നാളുകൾ ഭാഗ്യത്തിൻ്റെയും നേട്ടത്തിൻ്റെയും സമൃദ്ധിയുടെയും സമയം തന്നെയാണ്. അടുത്ത നക്ഷത്ര ജാതകർ എല്ലാ രീതിയിലും സമൃദ്ധി വന്നു ചേരുന്ന, ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറി രക്ഷപ്പെടാൻ കഴിയുന്ന നക്ഷത്ര ജാതകർ മഖവും പൂരവും ഉത്രവുമാണ്. ചിങ്ങൻ രാശിക്കാരെ സംബന്ധിച്ച് വ്യാഴം